ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. റിയാസ് സലീം വീട്ടിൽ വന്ന് കയറിയതോടുകൂടി വീടിന് ഒരു പുതിയ എനർജി വന്നിട്ടുണ്ട്. റിയാസ് കണ്ടന്റ് കൊടുക്കാൻ മിടുക്കനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. റിയാസിനോട് പല കാര്യങ്ങളിൽ ഒന്നല്ല രണ്ടല്ല നൂറ് കാര്യങ്ങളിൽ റിയാസിനോട് വിയോജിപ്പുണ്ട്. എന്നാൽ റിയാസ് സലീം എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണ്. കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കണം, ആർക്കെതിരെ ഉണ്ടാക്കണം, ഏത് സമയത്ത് ഏത് രീതിയിൽ ഈ ഷോയെ തിരിച്ചുവിടണം, ഒരു ഗെയിം ചേഞ്ചർ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ളതിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായ ധാരണയുള്ള ഒരാൾ തന്നെയാണ് ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗസ്റ്റ് ആയിട്ടാണ് വന്നതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ബിഗ് ബോസിന് ഒരിക്കലും തെറ്റുപറ്റില്ല. കാരണം കൊടുക്കുന്ന കാശ് ബിഗ് ബോസിന് മുതലാണ്. ഇപ്പോൾ തന്നെ വന്നു കയറി കണ്ടന്റിന്റെ പ്രളയം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രശ്നം ലക്ഷ്മിയുമായിട്ടാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലാലേട്ടന് പറയാൻ പറ്റാത്തത് പറയിപ്പിക്കുവാൻ വേണ്ടി റിയാസിനെ അതിനകത്ത് കയറ്റി വിട്ടതാണോ എന്നൊരു സംശയവുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി പറഞ്ഞ വിഷയം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ, അതെ ഇതിനെ എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ വിഷയത്തെ ഇപ്പോൾ റിയാസ് എടുത്ത് ചർച്ചയാക്കിയിരിക്കുകയാണ്. കുറെ സമയം ഇരുവരും തമ്മിൽ നേർക്കുനേർ നിന്നുള്ള സംവാദം നടക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലാലേട്ടൻ ലക്ഷ്മിയോട് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ആകെ കൂടി ലക്ഷ്മിക്കുണ്ടായിരുന്ന മറുപടി എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് ലാലേട്ടന്റെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയുവാൻ തനിക്ക് പറ്റിയിരുന്നില്ല. പല വ്യക്തികളും അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് ലക്ഷ്മിക്ക് മറുപടി പറയാൻ സമയം കൊടുക്കണ്ടേ, ഒരു ചോദ്യം ചോദിച്ച് അതിന് മറുപടി പറയാൻ വായി പൊളിക്കുമ്പോഴേക്കും അടുത്ത 10 ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ലാലേട്ടന്റെ മുൻപിൽ എങ്ങനെയാണ് ലക്ഷ്മി മറുപടി പറയുക എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയായിരുന്നില്ല. ആവർത്തിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ലക്ഷ്മിക്ക് മറുപടിയില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രം പറയുക, മറ്റുള്ളവരുടെ എല്ലാവരുടെയും പറയരുത്. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, നിന്റെ ഒന്നും വീട്ടിൽ കയറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന വർത്തമാനം അത് ശരിയാണോ? ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പകരം എന്താണ് നിങ്ങളുടെ ഐഡിയോളജി? അങ്ങനൊരു ഐഡിയോളജി ഇല്ല. ആ ഒരു മറുപടിക്ക് വേണ്ടി ലാലേട്ടൻ കുറച്ചു സമയം കാത്തുനിന്നു. എന്നിട്ടും ലക്ഷ്മിക്ക് മറുപടിയില്ലായിരുന്നു. പോട്ടെ, ലാലേട്ടൻ ആയതുകൊണ്ട് ഒരു വാഗ്വാദത്തിന് തയ്യാറാകണ്ട. ഇതൊരു ഷോ ആണല്ലോ, ആ ഷോയുടെ മാന്യത പുലർത്തണം. ഒരു ബഹുമാന്യനായ വ്യക്തിയുടെ മുൻപിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ അനാദരവോടുകൂടി കാണുകയും അങ്ങനെ തർക്കുത്തരം പറയുകയും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്കതിനെ വിട്ടുകളയാം. പക്ഷേ ഇന്ന് ലക്ഷ്മിയുടെ ഉള്ളിലുള്ളതെല്ലാം തികട്ടി പുറത്തിടുവാനുള്ള നല്ലൊരവസരമാണ് ബിഗ് ബോസ് കൊടുത്തത്. റിയാസ് സലീമിന്റെ മുൻപിൽ നിന്നുകൊണ്ട് തനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി പറയുക. റിയാസിന് നല്ല ഒന്നാന്തരമായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ വലിയൊരു പ്രശ്നം ഇതാണ്, ഇംഗ്ലീഷാണ് പുള്ളി മാക്സിമം സംസാരിച്ചു വെക്കുക. അത് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം ഇത് ഇംഗ്ലീഷ് ബിഗ് ബോസ് അല്ല. പക്ഷെ പുള്ളി സായിപ്പാണെന്നുള്ളൊരു ധാരണയിലാണ് ഈ സംസാരിക്കുന്നത്. അതോ ഇനിയും പുള്ളിയുടെ ഇംഗ്ലീഷ് വാക്ചാതുര്യം അത് എവിടെയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഞാൻ ഉപയോഗിച്ച് കാണിക്കാം, എൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം അത് നിങ്ങൾ കേൾക്കണം, അങ്ങനെ ഒരു സംഗതിയോടുകൂടിയാണോ ഇത് അടിക്കുന്നതെന്നും നമുക്ക് സംശയമുണ്ട്. കാരണം റിയാസിന് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അയാൾ മലയാളിയാണ്, കൊല്ലംകാരനാണ്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കൊല്ലത്തെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ കളിച്ചു വളർന്ന ഒരു പക്ക മലയാളിയാണ്. അയാൾ ഇംഗ്ലീഷ് പഠിച്ചു, നല്ല കാര്യം തന്നെ. നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന രീതിയിൽ നല്ല സ്ലാങ്ങോടുകൂടി ഇംഗ്ലീഷ് പറയാൻ അത് പുള്ളിക്ക് അറിയാം. പക്ഷേ അയാൾ പറയുന്ന ഈ ഇംഗ്ലീഷ് ഭൂരിപക്ഷം വരുന്ന മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ കംപ്ലൈന്റ് ആണ്. കുടുംബ പ്രേക്ഷകരിൽ ഒരു വലിയ കൂട്ടം ആൾക്കാർ, പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മനസ്സിലാകും. പക്ഷേ പഴയ തലമുറയിലെ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് ഇയാൾ പറയുന്നത് എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. അത് ബിഗ് ബോസ് വിലക്കുന്നുമില്ല. 1-2 തവണ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ. ഇന്ന് ആര്യൻ സംസാരിക്കുമ്പോൾ ഒന്ന് വിലക്കിയിട്ടുണ്ട്. ആര്യനും ജിസേലും തമ്മിൽ പിന്നെ എപ്പോഴും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയാണ്. ആകെ കൂടി എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമാണ് ബിഗ് ബോസ് ഈ സീസണിൽ മലയാളത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞത്. റിയാസ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. അതിനുള്ള മറുപടി പറയുന്ന ലക്ഷ്മിയും ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരൻ ഇവരെന്തായി പറയുന്നതെന്ന് പിടികിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് അറിയാവുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നുള്ള രീതിയിലാണോ ബിഗ് ബോസ് മിണ്ടാതിരിക്കുന്നത്? ദയവ് ചെയ്ത് ബിഗ് ബോസ് ഈ കാര്യം ഒന്ന് സംസാരിക്കണം പ്ലീസ്. ലക്ഷ്മിയോട് ഒന്നിലധികം ചോദ്യങ്ങൾ റിയാസ് ചോദിക്കുന്നുണ്ട്. ആകെ കൂടി ലക്ഷ്മിക്ക് എല്ലാത്തിനുമായിട്ടുള്ള മറുപടി ഇത് നോർമലൈസ് ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി എൻ്റെ മോനോട് എനിക്കിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും? സാധാരണ മനുഷ്യർ തമ്മിലുള്ള, അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗികത, ആ ലൈംഗികതയെക്കുറിച്ച് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയൊന്നുമില്ലല്ലോ. ഈ പ്രായത്തിൽ ആ കുട്ടിയോട് നിങ്ങൾ ലൈംഗികതയാണോ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആ കുട്ടിയുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയില്ലേ? അതുപോലെ തന്നെ മറുപടി പറയാൻ പറ്റുന്നൊരു വിഷയമാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് ഇല്ലാത്തതാണ് ലക്ഷ്മി നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം.
ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് റിയാസ് അവിടെ അഡ്രസ് ചെയ്തൊരു കാര്യമുണ്ട്. 4 വോട്ടും മേടിച്ചുകൊണ്ട് ഫൈനൽ 5 വരെ നിൽക്കാം എന്ന് പുറത്തു നിന്ന് ആരോ നിങ്ങൾക്ക് കുത്തിവെച്ചതെന്നാണ് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളിത് പറയുന്നത്. ഓക്കെ, 4 വോട്ടിനാണെന്നുണ്ടെങ്കിലും ഫൈനൽ 5 വരെ നിൽക്കാനാണെങ്കിലും എല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനുഷ്യരിലേക്ക് എത്തിക്കണ്ടേ? അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ പറയണ്ടേ? ഒരു വിവാദ പരാമർശം നിങ്ങൾ നടത്തുന്നു, അതിന് ആർക്കാണ് എതിർപ്പ്? തീർച്ചയായിട്ടും പല വ്യക്തികൾക്കും പല കാര്യങ്ങളെക്കുറിച്ചും പല കാഴ്ചപ്പാടുകളാണുള്ളത്. തീർച്ചയായിട്ടും അത് തുറന്ന് സംസാരിക്കുക തന്നെ വേണം. അങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള ആർജവമാണ് ലക്ഷ്മി ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കുവാൻ കൂടി അവർ തയ്യാറാകണം. ലക്ഷ്മിയോടുള്ള ചോദ്യങ്ങൾക്ക് ലക്ഷ്മി കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും ലക്ഷ്മിക്ക് മനസ്സിലായിട്ടില്ല. അവരിതിനെക്കുറിച്ച് ഒന്നും തന്നെ പഠിക്കുവാൻ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ടാണ് അവർക്ക് ആൻസർ ഇല്ലാത്തത്. ഈ ലൈംഗികതയോടുള്ള ബന്ധത്തിൽ പ്രധാനമായി 4 കാറ്റഗറിയിൽ മനുഷ്യരെ തിരിച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഒന്ന് ഹെഡ്രോസെക്ഷൽ, അതായത് സാധാരണ സ്ത്രീ പുരുഷ ലൈംഗികത. പിന്നീടുള്ളത് പ്രധാനപ്പെട്ട 3 കാറ്റഗറിയാണ്. ഒന്ന് ലെസ്ബിയൻ, 2 ഗേ, 3 ബൈസെക്ഷൽ. ലെസ്ബിയൻ നമുക്കറിയാം, അതിന്റെ തെളിവാണ് അതിനകത്തുള്ള ആദിലയും നൂറയും. 2 സ്ത്രീകൾ ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു, അവർ ഒരു കപ്പിളാണ്. ഇതുപോലെ തന്നെ ഗേ, അതും പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. ഇനി അടുത്തത് സ്ത്രീയുമായും പുരുഷനുമായും ഒരുപോലെ തന്നെ ലൈംഗികത ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ബൈസെക്ഷൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് 3ഉം സാധാരണമല്ല, അസാധാരണമാണ്. ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ലക്ഷ്മി വാദിക്കുന്നത്. ഇത് ലക്ഷ്മിയുടെ മാത്രം അഭിപ്രായമല്ല. വലിയൊരു കൂട്ടം ആൾക്കാർ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭൂരിപക്ഷം ജനങ്ങളും ഈ കാറ്റഗറിയിൽപ്പെട്ടവരല്ലാത്തത് കൊണ്ട് ഇതിനെ എതിർക്കുന്നവരാകാൻ സാധ്യതയുണ്ട്. ശരിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതാണ്, ഈ ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തിയിട്ടുണ്ടോ? ഇതൊരു മാനസിക പ്രശ്നമാണെന്നോ ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് പോലുള്ള പ്രതിവിധികൾ കൊണ്ട് മാനേജ് ചെയ്യാം, നേരെയാക്കാം എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള മറുപടി തരണം. ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവണം. ഇതൊന്നും നിങ്ങൾക്കില്ല. പിന്നെ എങ്ങനെയാണ്? അവരും മനുഷ്യരല്ലേ. അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ പ്രതിവിധി? റിയാസും അത് തന്നെയാണ് ചോദിക്കുന്നത്. അവരെ ഇല്ലാതെയാക്കി കളയണം എന്നാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി മറുപടി പറയണം. ഇതാണോ നിങ്ങളുടെ ഹ്യൂമാനിറ്റി? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് ഹെഡ്രോസെക്ഷൽ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിലെ പഠനങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയും. ഇത് ബാലികേറാമലയൊന്നുമല്ല. ഇത് കൃത്യമായി പഠിപ്പിക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. അതൊരിക്കലും ലക്ഷ്മി എഗ്രി ചെയ്യുന്നില്ല. കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്കും ചികിത്സ ആവശ്യമാണ്. അനാവശ്യമായിട്ട് കുട്ടിയെ ഇതിനകത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നാരും ചിന്തിക്കരുത്. ഇത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഒരു കുട്ടിയെ ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചികിത്സ ആവശ്യമുണ്ട്. കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അത് നോർമലായിട്ട് ഗ്രഹിക്കുവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഇതിനെക്കുറിച്ചെല്ലാം ആധികാരികമായ പഠനരേഖകളുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മിനിറ്റിന് താഴെ ഇതിനുള്ള മറുപടികൾ മുഴുവൻ ലഭിക്കും. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിനകത്ത് അതിന്റെ മറുപടി ഉണ്ടെന്നേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ മറുപടി മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. റിയാസ് സലീം പറഞ്ഞതുപോലെ 4ഉം 3ഉം 7 വോട്ടിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പരിപാടി കാണിക്കുന്നത്. ഫൈനൽ 5 വരെയും എത്തിച്ചേരാം എന്നുള്ളത് നിങ്ങളോട് വളരെ കൃത്യമായിട്ട് ആരോ ഉപദേശിച്ച് തന്നുവിട്ടിട്ടുണ്ട്. അതാണ് നിങ്ങളിവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്തൊരു മറുപടിയില്ല. അതെ, കറക്റ്റാണ്, അവർക്ക് മറുപടിയില്ല. എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ കുട്ടിയെ ഇത് പറഞ്ഞു മനസ്സിലാക്കാനും എനിക്ക് പറ്റില്ല. ഈ 2 വാക്കുകളിൽ ലക്ഷ്മി ഉടുമ്പ് പിടിച്ചു കിടക്കുന്നത് പോലെ പിടിച്ചു കിടക്കുകയാണ്. പക്ഷേ ലക്ഷ്മിയുടെ പെരുമാറ്റവും സംസാര ശൈലികളും ഒക്കെ കാണുമ്പോൾ ഒരു മന്ദബുദ്ധിയാണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല. അതെ, അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ തട്ടിപ്പാണ്, തരികിടയാണ്, 4 വോട്ടിനു വേണ്ടി മാത്രമുള്ള പൊറാട്ട് നാടകമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ഒരു കണ്ടന്റ് അവരവിടെ ഉണ്ടാക്കണം. ആ വീട്ടിൽ ഇതുവരെയും ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ചർച്ചയുമായിട്ടില്ല. മറ്റൊരു വിഷയത്തിലും അവർക്ക് അഭിപ്രായമില്ല. മറ്റൊരു കാര്യത്തിലും അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു സംഭാവനയും അവരവിടെ കൊടുത്തിട്ടില്ല. ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. കാരണം മെജോറിറ്റി ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരൊറ്റ വിവാദവും ഒരു കുപ്പി വെള്ളവുമായിട്ട് ഇങ്ങനെ ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന് അവർക്ക് ഫൈനൽ 5 വരെ എത്താൻ കഴിയും. അഭിഷേക് ശ്രീകുമാറൊക്കെ അങ്ങനെയായിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ
ഇന്നല്ലെങ്കിൽ നാളെ അവർ കൃത്യമായി ചോദ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മസ്താനി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അഞ്ജന അവരോട് വളരെ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മസ്താനിക്കും ഏറെക്കുറെ ഈ അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ്. ആ മസ്താനിയോട് അഞ്ജന ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾക്കിതിനെ നോർമലൈസ് ചെയ്യാൻ കഴിയില്ല, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കയറ്റില്ല, ഇങ്ങനെയുള്ള ആൾക്കാരുള്ള വീട്ടിലേക്ക് നിങ്ങൾ പോവുകയുമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഇവിടേക്ക് വന്നു? ആ ചോദ്യത്തിന്റെ മുമ്പിൽ മസ്താനി വട്ടം കറങ്ങി വിയർത്ത് കുളിച്ചാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. നിങ്ങൾക്കറിയാമായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്, പിന്നെ എന്തിന് അവരെ ഇഷ്ടമല്ലാത്തവർ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു? മറുപടിയില്ല. അപ്പൊ എന്തായാലും റിയാസ് സലീം ഇന്ന് അവിടെ ഉണ്ട്. ഇനിയും തുടരെ വെടിയൊച്ചകൾ നമുക്കവിടെ കേൾക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്.